എന്താണ് ഉടക്കാണോ? ഒരൊറ്റ എണ്ണ എന്റെ കൂടെ സഹായിക്കല. പന്നിയും മേടിച്ചോണ്ട് വന്നിട്ട് സമയം നോക്കി. എനിക്ക് കുളിക്കണ്ടേ? ഇവിടെ എല്ലാരും എവിടെ വരെ കുളിച്ചു. എനിക്ക് കുളിക്കണമേ. കുളിപ്പിക്കണോ? എനിക്ക് കൊണ്ടുവന്ന കേക്ക് തിന്നോണ്ടിരിക്കുക ഒരാള്. ഇതിന്റെ ബാക്കി എന്ത്? എനിക്ക് കൊണ്ടുവന്ന കേക്ക്, ചക്കവറുത്തത് എല്ലാം തീരാറായി. ഇവിടെ ബാക്കിയുള്ളവരെല്ലാം തിന്നുന്നത്. മധുര പ്രതികാരം എനിക്ക് തരാണ്ട്. ചക്കവറുത്ത് ഈ ടിന്നും നിറച്ച് ചക്കവറുത്ത് കൊണ്ടുവന്നാണേ. അവളോ? എടി, ഈ ചക്കവറുത്ത് ആർക്കാന്നറിയോ? ഗർഭിണികൾക്ക് മാത്രമുള്ള ചക്കവറുത്താണ്. എല്ലാവർക്കും തിന്നത്തില്ല. ഇത് സ്പെഷ്യലി ഉണ്ടാക്കിയ ചക്കവറുത്ത് ഓൺലി ഫോർ ഗർഭിണീസ്. ഗർഭം ഇല്ലാത്തവർ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. ഭയങ്കര പ്രശ്നങ്ങളാണ്. പിച്ചാമണി എടി, ഇതൊക്കെ ഉണ്ടല്ലോ പ്രത്യേകം പറഞ്ഞ് പ്രത്യേകം മറ്റേ എന്താണ് എന്ത് കൂട്ടാണ് ആ കൂട്ടൊക്കെ കൂട്ടിക്കൊണ്ട് വന്നേക്കണ സാധനങ്ങളാണ്. ഉള്ളിയും വെച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. ഇതുവരെ പൊളിച്ചു കഴിഞ്ഞിട്ടില്ല. ഇത് അവിടെ ഇരുന്നോട്ടോ. നാളെ അടുത്ത ആഴ്ചത്തെ കറക്കി ചേർക്കാം. നീ അവിടെ ഇരുന്നോ. ഇതിനൊക്കെ എന്നാ ചെയ്യുന്ന എനിക്കറിയത്തില്ല. ഇപ്പൊ തന്നെ കണ്ടാലുണ്ടല്ലോ താനേ പുട്ടുറുമിസിലെ മമ്മൂട്ടി മാരകായുധമാണ് കയ്യിലിരിക്കുന്നത്. സൂക്ഷിച്ചിങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ എടി, ഞാൻ മര്യാദയ്ക്ക് ഞാൻ ഉണ്ടായിക്കോളാന്ന് പറഞ്ഞതല്ലേ. അന്നേരം സമ്മതിക്കുകയല്ല. പന്നി കരിഞ്ഞൊന്നുമില്ല. പന്നി വേവിക്കാൻ വെച്ചതാട്ടോ മസാല എല്ലാം ഇട്ട്. പന്നി നമ്മള് മസാല എല്ലാം ഇട്ട് വേവിക്കാൻ വെച്ചതാണ്. ഇനി ലാസ്റ്റ് നമ്മുടെ സവോളയും വെളുത്തുള്ളിയും കുറച്ച് മസാലയും കൂടെ എല്ലാം മൂപ്പിച്ചിടണം. അറിയത്തില്ല. ഇത് പെപ്പർ പിഗ്. ഇതിനകത്ത് പെപ്പർ മാത്രമില്ല, കുരുമുളക് പൊടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഒരാൾക്ക് ഭയങ്കര മടി. ഈ ജോയ്ക്കൂട്ടൻ എന്തോ പെപ്പേപ്പിഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ കളിക്കുന്നതാണല്ലോ. എന്താ കാർട്ടൂൺ കഥാപാത്രം അതുപോലത്തെ രസമാണോ? എന്റെ പൊന്നെ, വായിക്ക് വെച്ച് തിന്നാൻ കൊള്ളാന്ന് എന്തെങ്കിലും ആയിട്ട് വന്നാ മതിയായിരുന്നു. ഇവിടെ കൊറേ പേര് പലരും കൂടിയ പാമ്പിയാവില്ലാന്ന് കേട്ടിട്ടുണ്ടോ? എന്നതാണേലും കുളമാക്കോ ഇന്നെല്ലാ കറിയും കൂടെ. മതി ഇളക്കി അടച്ചു വെച്ചോ, വേവണ്ടേ? നമ്മുടെ പഴക്കൊല കാണുമ്പോ എല്ലാരും പറയായിരുന്നു കേട്ടോ, എന്നും ഒരേ പഴക്കൊലയാണോ? 2-3 പഴമൊക്കെ കാണും ചിലപ്പോ പെടലേ. ഇന്ന് ഫ്രഷ് കൊല നോക്കിയിട്ടുണ്ട് കേട്ടോ. അതെ, സാധാരണ പഴം തിന്നുന്ന മമ്മിയായിരുന്നു. ആ പഴമൊക്കെ തിന്നു കൊടുത്തൂടെ? എപ്പോഴും ഇറച്ചി മീനാ തിന്നോളോ? അയ്യോ, ഒന്നും ആരും കാണിക്കല്ലേ കേട്ടാ. എട്ടേ കാലാണ് ഞാൻ സമയം വെച്ചേക്കുന്നേ വേവാൻ വേണ്ടിട്ട് കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യ. എന്ത് ഗെയിം കളിക്കാൻ പോണോ? നിക്ക ഈ സവോളയൊക്കെ അരിഞ്ഞിട്ട് പോ. എന്നാന്ന് എന്റെ കേക്ക് മൊത്തം തിന്ന് തീർക്കുന്നേ. ഡ്രീം കേക്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞാണേ. ഡ്രീം കേക്കോ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്നാ കാണിക്കാനാന്നൊക്കെ പറഞ്ഞ ഇപ്പൊ അത് മൊത്തം തിന്നുന്ന ആരാ നോക്കി. നിന്നെപ്പോലുള്ള അതേ ഉത്തരവാദിത്തം എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് നീ തിന്നുന്നതിന്റെ പാതി എനിക്കും. എടി, ഈ ജന്മ പൊളിച്ചു തരുമോ ഇത്? ചുമ്മാ എന്തെങ്കിലും പേരിടണ്ടേ? പുറമേ കണ്ടു കഴിഞ്ഞാൽ പാറ പോലെ ഇരിക്കും, പക്ഷെ അകത്ത് ഭയങ്കര ലിക്വിഡി അല്ലേ. അതിന്റെ അടിയിൽ കേക്കും ഉണ്ട്, നല്ല ടേസ്റ്റാ. തീർന്നല്ലേ ഇത്? അവിടെ വെച്ചേ മതി തിന്ന. ഇതിന് എത്ര രൂപ കൊടുത്തു? 700 രൂപയോ? ഇത്രയും കുഞ്ഞു കേക്കിനാ? പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. ഒന്ന് തിന്നിരിക്കണ്ട, മസ്റ്റ് ട്രൈ ആ. അവിടെ നിൽക്ക, എനിക്ക് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചേക്കണം കേട്ടോ. പോയോ?
സഹായി എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ? എല്ലാരും പോയി. ഫൈനലി ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് നമ്മുടെ പന്നിക്കറി? കളർഫുൾ അല്ലേ കണ്ടിട്ട്? അല്ല, അടിപൊളിയായിട്ടുണ്ട്. കഴിച്ചിട്ട് നോക്ക്, സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയെന്ന് പറയുന്നതല്ല. അയ്യോ, ആ ക്ലോക്ക് ഒന്ന് കാണിച്ചേ. ഇപ്പോഴാണോ പന്നിക്കറി ആയത്? ഇനി ഞാൻ പോയി കുളിക്കട്ടെ. എനിക്കിനി കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുളിച്ചു ഒരിടത്തും കയറി കിടന്നാൽ മതി.